കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഒരു ഭക്തയെ സംബന്ധിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ വന്ന് ദർശനം നടത്തുക എന്നുള്ളത് വലിയ വലിയ ആഗ്രഹമാണ്. പണ്ട് കാലത്തെ ചിട്ടപ്രകാരം പറയുകയാണെങ്കിൽ ഇന്നത് നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. അത് ഓരോ ഭക്തന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. അവർ വിചാരിച്ചാൽ നടക്കാവുന്നതാണ്. ആദ്യം ഗുരുവായൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കയ്യും കാലും മുഖവും കഴുകി ശുദ്ധി വരുത്തണം. അതിനുശേഷം ആ കുളക്കരയിലുള്ള ഭഗവാന്റെ ഇടത്തരികത്ത് കാവിലമ്മയെ ദർശനം നടത്തണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സോദരീ സങ്കല്പത്തിലാണ് ആ ഭഗവതി അവിടെ ഇരിക്കുന്നത്. ആ ഭഗവതി എന്ത് കാര്യം പറഞ്ഞാലും ഉടനടി അനുഗ്രഹിക്കുന്ന ഒരു ഭഗവതിയാണ്. അപ്പോൾ നമ്മൾ ഒട്ടും സംശയിക്കേണ്ട, ആ ഭഗവതിയെ ആദ്യം ചെന്ന് കാണുക. അതിനുശേഷം മതി ഗുരുവായൂരപ്പനെ കാണുക എന്നാണ് പണ്ടുള്ള ഒരു ചിട്ട. ഇന്നത്തെ കാലത്ത് ഈ തിരക്ക് കൂടി വരുന്ന സമയത്ത് അങ്ങനെ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഓരോ ഭക്തനും ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ കുളിച്ചു വന്നതിന് ശേഷം ആ ഭഗവതി കെട്ട് വഴി ഭഗവതി അമ്പലത്തിൽ വരിക, ഭഗവതിയെ തൊഴുക, പ്രാർത്ഥിക്കുക. ഒരു 5 നിമിഷമെങ്കിൽ 5 നിമിഷം ആ വാതിൽ മാടത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോ ഇരുന്നിട്ട് ഭഗവതിയെ നല്ലപോലെ പോലെ പ്രാർത്ഥിക്കുക. ഭഗവതി നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പനെ നടത്തുക. ശ്രീ ഗുരുവായൂരപ്പനെ തൊഴാൻ വരിക. ഇന്നത്തെ കാലത്ത് ക്യൂവിൽ നിൽക്കണം. ക്യൂവിൽ നിന്ന് ഭഗവാന്റെ ഗോപുരവാതിൽ കടന്ന് ഫ്ലൈ ഓവർ കടന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തണം. ആ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇടത് സൈഡിലാണ് പണ്ട് കാലത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇരുന്ന് നാരായണീയം എഴുതിയത്. അവിടെ ഒന്ന് നമ്മൾ സ്മരിക്കുക. അത് വിശിഷ്ടമായൊരു സ്ഥലമാണ്. അവിടെ തൊഴുന്ന് നമസ്കരിക്കണോണ്ട് ഒരു തെറ്റുമില്ല. ഈ സ്ഥലത്തിരുന്ന് നാരായണ ഭട്ടതിരിപ്പാട് എഴുതുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു കഥ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഐതിഹ്യമാണ്. നാരായണ ഭട്ടതിരിപ്പാട് വാതരോഗം പിടിപെട്ട് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ വരികയും എവിടെ തൊട്ട് ഭജിക്കണം എന്നുള്ളതായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആചാര്യനോട് സംശയം ചോദിക്കുകയും ആചാര്യൻ പറഞ്ഞു, മീൻ തൊട്ട് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. കാര്യസ്ഥന് മനസ്സിലായില്ല സംഗതി എന്താണെന്ന്. പക്ഷേ നാരായണ ഭട്ടതിരിപ്പാടിന് മനസ്സിലായി. മത്സ്യാവതാരം മുതൽ അങ്ങോട്ട് വർണ്ണിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അതിനനുസരിച്ചിട്ട് ഭഗവാന്റെ നാമങ്ങൾ കോർത്തിണക്കി നാരായണീയം എഴുതി തുടങ്ങി. നാരായണീയം ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി കൊഴുകയും തോറും പിന്നെ വരുന്നത് നരസിംഹാവതാരമാണ്. നരസിംഹാവതാരം വരുന്ന സമയത്ത് നാരായണ ഭട്ടതിരിപ്പാടിന് ആ രൂപം മനസ്സിൽ തെളിയണില്ല. അദ്ദേഹത്തിന് വിഷമമായി. മനസ്സിൽ രൂപം തെളിയാതെ എങ്ങനെയാണ് ഭഗവാനെ പറ്റി കീർത്തനം എഴുതുക? അങ്ങനെ ആലോചിച്ചിരുന്ന് ഇദ്ദേഹത്തിന് വളരെ വിഷമമായി. അദ്ദേഹം അറിയാണ്ട് ഒന്ന് ഉറക്കം തൂങ്ങി തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം. ഘട്ടേ സ്തംഭഹരോ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം നാരായണീയത്തിലൊക്കെ കാണാം. ആ സമയത്ത് ഒരു ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയുടെ ഒരു അലർച്ച എന്നിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയണത്. ആ വലത് സൈഡിലുള്ള ഒരു കരിങ്കല്ലിൻ്റെ തൂണുമ്പിൽ കാണിച്ചു കൊടുത്തു എന്നും പറയപ്പെടുന്നു. പണ്ട് കാലത്ത് ആ വാതിൽ മാടത്തിൽ നിരവധി തൂണുകളുണ്ടായിരുന്നു. അഗ്നിബാധയ്ക്ക് ശേഷം അതിലെ പല തൂണുകളും തൊഴാനുള്ള സൗകര്യത്തിന് വിടുത്തു മാറ്റിയെന്നും ഒരു തൂണ് മാത്രം അവിടെ നിലനിർത്തിയെന്നും ആ തൂണുമ്പിലാണ് നരസിംഹമൂർത്തിയെ രൂപം കാണിച്ചു കൊടുത്തതെന്നും പറയുന്നുണ്ട്. ഒരു ഐതിഹ്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ പൂർവികർ പറഞ്ഞതാണ് നമ്മൾ വിശ്വസിക്കുക. ആ തൂണുമ്പോഴും നമ്മൾ നരസിംഹമൂർത്തിയെ ഒന്ന് സ്മരിക്കുന്നത് അത്യുത്തമമാണ്. അതിനുശേഷം നമ്മളിങ്ങനെ കുറേശ്ശെ മുന്നോട്ട് നടക്കണം. ഭഗവാന്റെ സോപാനപ്പടിയിൽ ചെല്ലുന്നു. ശ്രീ ഗുരുവായൂരപ്പനെ ചതുർബാഹുവായ വിഗ്രഹം കണ്ട് കൺകുളിർക്ക തൊഴണു. ഈ തൊഴുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ചെയ്യണത് നല്ലതാണ്. നമ്മൾ ആദ്യം ഭഗവാന്റെ തിരുമുഖമാണ് ദർശിക്കുന്നത്. ഈ തിരുമുഖം ദർശനം നടത്തി കഴിഞ്ഞാൽ ആ ഭഗവാനെ നമ്മൾ മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കണം.
അപ്പോൾ ഭഗവാൻ അലങ്കരിച്ച സമയമാണെങ്കിൽ ഭഗവാന്റെ കിരീടം ചാർത്തിയുണ്ടാവും, കിരീടത്തിന്മേൽ തിരുമുടിമാല ചാർത്തിയുണ്ടാവും. അപ്പോൾ ഭഗവാന്റെ ശിരസ് മുതൽ പാദം വരെയാണ് നമ്മൾ നോക്കി തൊഴേണ്ടത്. അപ്പോൾ തിരുമുടിമാല, സ്വർണ്ണക്കിരീടം, ഭഗവാന്റെ കണ്ണ്, മൂക്ക്, വായ, കഴുത്ത്, ചെവിയിൽ വെച്ച ചെവിപ്പൂക്കൾ, മാറത്തുള്ള സ്വർണ്ണത്തിലകങ്ങൾ, മാലകൾ, ഭഗവാന്റെ സ്വർണ്ണ കിങ്ങിണി, പട്ടുകോണ കുടിപ്പിച്ചാണ് പട്ടുകോണകം, അതിന് വേറെ പട്ടാണെങ്കിൽ പട്ട്, അങ്ങനെ പാദം വരെ നമ്മൾ പെട്ടെന്ന് നോക്കി ദർശനം നടത്തി ആ രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് ആ സോപാനപ്പടിയുടെ അവിടെ നിന്ന് നീങ്ങാം. സോപാനപ്പടിയുടെ അവിടെ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ അഗ്നികോണിൽ അഗ്നി ഭഗവാന്റെ ഒരു ബലിക്കല്ലുണ്ടാവും. അതുകൂടി പ്രദക്ഷിണം വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ സപ്തമാതൃക്കളുടെ ബലിക്കല്ല് നമുക്ക് കാണാം. സപ്തമാതൃക്കളുണ്ട് അവിടെ നിന്ന് തൊഴാം, സ്മരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗണപതിയുടെ അമ്പലത്തിലേക്കാണ് പോണത്. ഗണപതിയെ നല്ലപോലെ തൊഴുത് വിഘ്നങ്ങളെല്ലാം തീരണമെന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ നേരെ മുമ്പിൽ സരസ്വതിയുടെ ഒരു അറയുണ്ട്. അവിടെ സരസ്വതി ദേവിയെ ധ്യാനിക്കുക. പ്രദക്ഷിണമായി വന്ന് മേൽശാന്തി പ്രസാദം കൊടുക്കുന്നുണ്ടാവും. മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞാൽ അനന്തശയനത്തിൻ്റെ ഒരു ശിലുണ്ട്, അവിടെയും തൊഴുത് പ്രാർത്ഥിക്കാം. ശ്രീ പത്മനാഭസ്വാമിയെ സ്മരിക്കുക. അതിനുശേഷം അവിടെ പറ്റുമെങ്കിൽ 5 മിനിറ്റ് ആ സ്ഥലത്തിരിക്കുക. ഭഗവാനെ കണ്ട രൂപം, നമ്മൾ കണ്ട് മനസ്സിലാക്കിയ രൂപം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ച് അവിടെ ഇരുത്തുക. ആ ഭഗവാനുമായി കുറച്ച് നേരം സംവദിക്കുക. എന്നിട്ട് ആ രൂപം മനസ്സിലായി കഴിഞ്ഞാൽ അവിടുന്ന് ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം. ഈ സമയത്ത് ചിലപ്പോൾ ചില ഭക്തന്മാർക്ക് എല്ലാവർക്കും ഒരു തണുത്ത കുളിർ കാറ്റുകൾ വരുന്നുണ്ടെന്ന് തോന്നാം, ഒരു സുഗന്ധം പരക്കുന്നതുമാതിരി തോന്നാം. ചന്ദനത്തിൻ്റെയും കളഭത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും എല്ലാം വാസന നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറുന്നത് കാണാം. അപ്പോഴൊക്കെ നമുക്ക് വിചാരിക്കാം ശ്രീ ഗുരുവായൂരപ്പൻ നമ്മുടെ ഒപ്പമുണ്ട്, ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മുടെ അടുത്തുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. അത് ഭഗവാൻ കാണിച്ചു തരുന്ന ഒരു മായയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഗുരുവായൂരപ്പൻ നമ്മുടെ ഒപ്പമുണ്ട്. അങ്ങനെ പുറത്തേക്ക് കടന്ന് വടക്ക് വശത്തു കൂടി പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തീർത്ഥം മേടിക്കാം, ചന്ദനം മേടിക്കാം, തൂക്കുറി തൊടാം. ഈ രൂപം നമുക്ക് അടുത്ത മാസം ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഗുരുവായൂരപ്പനെ വന്ന് തൊഴുന്നത് വരെ ഈ രൂപം നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ വീട്ടിലിരുന്ന് വിളക്ക് കത്തിച്ച് പൂജാമുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ രൂപം തന്നെത്താൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തെളിയും. അങ്ങനെ തീർത്ഥവും ചന്ദനവും പ്രസാദവും വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രദക്ഷിണമായി വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ തൊഴാം. അതും പ്രദക്ഷിണം വെച്ച് നേരെ മുമ്പിൽ വരിക, കൊടിമരത്തിൻ്റെ അവിടെ വരിക, സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിച്ച് എല്ലാം ഭഗവാനോട് സമർപ്പിച്ച് നമുക്ക് വീടുകളിലേക്ക് മടങ്ങാം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നാലമ്പലത്തിനുള്ളിലെയും ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലെയും തൊഴാണ്ട സ്ഥലങ്ങൾ മുഴുവൻ തൊഴുകയും പ്രാർത്ഥിക്കേണ്ട മാതിരി പ്രാർത്ഥിക്കുകയും എല്ലാമായി. അപ്പോൾ നിങ്ങൾ ഗുരുവായൂരപ്പനെ ദർശനം നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇത് പലർക്കും അറിയുന്നില്ല, നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതുമാതിരിയൊക്കെ നിങ്ങൾ വന്ന് ദർശനം നടത്തി കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി സ്വഗൃഹങ്ങളിൽ പോവുക. അടുത്തൊരു വരവിന് വേണ്ടി ഭഗവാൻ നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾ ഭഗവാനെ കാത്തിരിക്കുന്നു. അങ്ങനെയാണ്. നിങ്ങളെ കാണാൻ ഭഗവാൻ കാത്തിരിക്കണം, ഭഗവാനെ കാണാൻ നിങ്ങളും കാത്തിരിക്കണം. ആ ഒരു സുന്ദരമായ നിമിഷങ്ങൾ വീണ്ടും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ ഗുരുവായൂരപ്പ ശരണം.